നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എക്സാലോജിക് കേസിൽ വീണയ്ക്കെതിരെ കർണാടക ഹൈക്കോടതി വിധി വന്നതോടെ നിയമക്കുരുക്ക് മുറുകുകയാണ്. എക്സാലോജിക് CMRL ഇടപാടിൽ 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ ബംഗളൂരു രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം SFIOയ്ക്ക് കൈമാറുകയായിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസികളിലൊന്നാണ് SFIO. വീണയുടെ കമ്പനി കൈപ്പറ്റിയ വൻ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയപ്പോൾ GST അടച്ച വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക് കൈമാറിയിരുന്നത്. ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചതാണ്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ആവശ്യമായ രേഖകൾ എക്സാലോജിക് സൊല്യൂഷൻസ് SFIOയ്ക്ക് കൊടുക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. വീണയുടെ കമ്പനി എക്സാലോജിക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തു. സ്വകാര്യ കരിമണൽ കമ്പനി CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയാണ് തള്ളിയത്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ SFIO അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടത്. അന്വേഷണത്തിൽ ഇടപെടാൻ കാരണമില്ലെന്ന് ജസ്റ്റിസ് നാഗപ്രസന്ന ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നേരത്തെ വിധി പറയാൻ മാറ്റിവെച്ച ഹർജിയാണ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. കമ്പനിയുടെ പ്രൊമോട്ടറായ വീണയാണ് കേസിൽ ആരോപണ വിധേയ. ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRL ഇടപാടിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞതായി SFIO കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് CMRL വഴി 135 കോടി രൂപയുടെ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറിയെന്നും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും ബോധ്യമായി. ഇതിൽ 1.72 കോടി രൂപ വീണയുടെ എക്സാലോജിക്കിന് സേവനമൊന്നും ചെയ്യാതെ തന്നെ ലഭിച്ചതിനും തെളിവുകളുണ്ട്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിച്ചതും ഇതുതന്നെയാണ്. ഏതായാലും എക്സാലോജിക് കേസിൽ വീണ അറസ്റ്റിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീണയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും വീണയെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ അന്വേഷണ സംഘം ക്ലിഫ് ഹൗസിലേക്കോ അല്ലെങ്കിൽ വീണ എവിടെയുണ്ടോ അവിടേക്ക് എത്തുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വീണ ഇപ്പോൾ അങ്ങോട്ട് പോയി കുടുങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ തന്നെ വീണ നേരെ കോടതിയിലേക്ക് പോയപ്പോൾ തന്നെ കോടതി ഈ കാര്യം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തെ തടയിടാൻ ഇനി വീണയ്ക്ക് കഴിയില്ല. ഇനി വീണയുടെ മുമ്പിലുള്ള ഏക മാർഗം സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഏതായാലും വീണ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകരെ കൊണ്ട് തന്നെയാണ്, സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവന്ന് തന്നെയാണ് വീണ ഈ കേസിൽ ഹാജരാക്കിയത്. ഏതായാലും വീണ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനോ സുപ്രീം കോടതിയിലേക്കോ പോകാനുള്ള സാധ്യതകൾ വിദൂരമല്ല.